അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് റൂം പോകുന്ന വഴിയിലാണ് ഈ ഹോട്ടലുണ്ട്. ഹോട്ടൽ ഹൈവേ പക്ക പ്യൂർ വെജ്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളും ഒരു ടേബിളിൽ ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ചെന്നൈയിലെ ഫുഡ് അച്ഛൻ അമ്മ ഇവർക്ക് കഴിക്കുന്ന ആദ്യമായിട്ടാണ്. അച്ഛൻ അമ്മ എല്ലാവരും ഓർഡർ ചെയ്തത് ചോളാപൂരിയാണ്. ഞാനും വൈഫും ചോളാപ്പൂരി 2-3 തവണ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ചോളാപ്പൂരി പറഞ്ഞ് ഒരു ബ്ലാക്ക് കോഫിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളുടെ മെയിൻ ഐറ്റംസ് ഇതുവരെയും വന്നില്ല കേട്ടോ. ഒരു മെയിൻ ഐറ്റം ഇതുവരെയും വന്നില്ല, അത് വരാനുണ്ട്. ഈ വരുന്നതാണ് ഞങ്ങളുടെ മെയിൻ ഐറ്റം, പേപ്പർ ദോശ. ഇതിലൊരു പ്രശ്നം പറ്റിയ എന്താ വെച്ചാൽ ഈ പേപ്പർ ദോശ ഇത്ര വലുതാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആർക്കും തന്നെ അറിയില്ല. അതുകൊണ്ട് ചോളാപ്പൂരി തിന്നിട്ട് എല്ലാവരും തന്നെ സൈഡായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് ഒരു അരമണിക്കൂർ വർത്താനൊക്കെ പറഞ്ഞ് വീണ്ടും ഇരുന്ന്. അപ്പോഴാണ് അവിടെ നിന്ന് ഒരാളെ കാണാതായത്, എൻ്റെ അച്ഛൻ. അച്ഛൻ തിന്നാളും മടി കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അവിടെ നിന്ന് എസ്കേപ്പായി. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഓരോ കഷ്ടങ്ങൾ കഴിച്ച് പേപ്പർ ദോശ കഴിച്ച് തീരുന്ന അരമണിക്കൂറോളം എടുത്ത്. അവിടുത്തെ ഹോട്ടൽക്കാരെ ഇറങ്ങിപ്പോകാൻ പറയാത്ത അവരൊരു മാന്യത. പക്ഷേ ഞങ്ങളൊന്നും കണക്കെടുത്തില്ല. ഞങ്ങൾ ഫാമിലിയായിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചു കൊടുക്കണം. അങ്ങനെ ബില്ല് അഫോർഡബിൾ ആയിരുന്നു, 2040. ഇത്രയും ആൾക്കാർക്ക് ഒരു ബില്ല് ഇത്രയും പൈസ അധികമല്ല. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങാൻ നേരത്താണ് ഇവിടെ നോക്കാം എന്ത് രസമാണ് ഈ ചോക്ലേറ്റും കാര്യങ്ങളും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് കണ്ടാൽ എടുത്ത് തിന്നാൻ തോന്നും. അതുപോലെ അത്രയും ഭംഗിയായിട്ടാണ് അവർ വെച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്കൊക്കെ എല്ലാവരും ഷുഗർ കട്ടാണ്. അങ്ങനെ പുറത്തിറങ്ങി ഞങ്ങൾ 3 ആൾ. ഇതാണ് നായകന്മാർ. സെൻട്രലിലേക്കാണ് മെയിൻ ഹീറോ സനീഷ്, എൻ്റെ അനിയൻ. അങ്ങനെ ഞങ്ങൾ നടന്ന് പെട്ടെന്ന് വൈഫ് ഒരു മസാജിൻ്റെ സാധനം കണ്ട്. അവൾക്കാണ് തലവേദന, നടുവേദന, കൈവേദന എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഞാൻ മസാജ് ചെയ്ത് കൊടുത്തത്. പാവം, എനിക്ക് മസാജ് ചെയ്യാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ മസാജ് ചെയ്തു. അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴത് എൻ്റെ അനിയൻ, എനക്കൊന്നും ചെയ്തു തരുമോ ചേട്ടാ, എനക്കൊന്നും ചെയ്തു തരുമോ? ശരി, ഞാൻ ചെയ്തു തരാടാ. അങ്ങനെ ഞാൻ അവനും മസാജ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അവനും മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ വേറൊരാൾ, എടാ എനക്കൊന്നും കൂടി ഒന്ന് ചെയ്തു തരാൻ ചോദിച്ചിട്ട് ഒരാളും കൂടി വരിക, അതായത് എൻ്റെ മൂത്തേട്ടൻ. അങ്ങനെ അവന് മസാജ് ചെയ്ത് കൊടുത്ത് അവൻ ഇക്കിളി കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഒന്നും നോക്കിയില്ല. ശരി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഈ മസാജ് ഞങ്ങളങ്ങ് വീട്ടിലേക്കങ്ങ് വാങ്ങിച്ചു. 700 രൂപ മാത്രം. അഫോർഡബിളായിരുന്നു, നല്ലതായിരുന്നു, കൊള്ളാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും വണ്ടിയിൽ കയറി. അങ്ങനെ വണ്ടിയിൽ നിന്ന് നമ്മൾ പഴയ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് വരണം. ഫാമിലി കൂടെയുള്ള ട്രിപ്പ് അത് വേറൊരു എൻ്റർടൈൻമെൻറ്റാണ്. അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയത് രാജീവ് ഗാന്ധി മെമ്മോറിയലായിരുന്നു. മെയ് 21, 1991 രാജീവ് ഗാന്ധി മരിച്ചത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു സൂയിസൈഡ് ബോംബർ, അതൊരു പെൺകുട്ടി. അങ്ങനെ അവിടെ കാണുന്നൊരു കല്ലുണ്ട്, ഒരു ചുവന്ന കല്ല്. അവിടെയായിരുന്നു അങ്ങേരന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് ഒരു സ്ത്രീ വന്നിട്ട് അരക്കെട്ടിൽ ഒരു ബോംബും ചുറ്റി വന്ന് ചിഹ്നിച്ചിത്രയത്. അതൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് സങ്കടമായി. ആ കണ്ട ഒരു ഫീലിംഗ് വേറെ തന്നെ ഒരു ഫീലിംഗാണ്, വല്ലാത്ത സങ്കടം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകണം. ബാക്കി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ അടുത്ത സ്ഥലങ്ങൾ നമുക്ക് കാണാം. ബൈ.